ഞാനല്ല ഡിവോഴ്സ് റീസൺ എന്ന് പറയുന്നത്. അത് അവർ തമ്മിലുള്ള പേഴ്സണൽ, അവരുടെ ഫാമിലി, അവരുടെ ഇഷ്യൂസ്. സാന്ത്വനം 2-ലെ മിത്ര എന്ന കഥാപാത്രത്തെ ആദ്യം അവതരിപ്പിച്ചിരുന്ന സായി ലക്ഷ്മിയെ അത്ര പെട്ടെന്നൊന്നും മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് മറക്കാനാകില്ല. മിത്ര എന്ന കഥാപാത്രത്തെ അത്രയേറെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ ഒരു കഥാപാത്രത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് സായി ലക്ഷ്മി. സാന്ത്വനത്തിൽ നിന്ന് പിന്മാറിയതെ തുടർന്ന് പല വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ താരം തന്നെ നേരിട്ട് വന്നിരിക്കുകയാണ്. തൻ്റെ ഭാഗത്തുള്ള സത്യാവസ്ഥ ആരാധകരോട് പറഞ്ഞുകൊണ്ടാണ് പുതിയ യൂട്യൂബ് വീഡിയോയുമായി സായി ലക്ഷ്മി എത്തിയത്. സാന്ത്വനം സീരിയലിൽ നിന്ന് സായി ലക്ഷ്മിയെ പുറത്താക്കിയതാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. മാത്രമല്ല, ക്യാമറാമാനായിരുന്ന അരുൺ രാഘവിൻ്റെ കുടുംബജീവിതം തകരാൻ കാരണം സായി ലക്ഷ്മിയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും താരത്തിന് എതിരെ വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു താരത്തിൻ്റെ വീഡിയോ. സായി ലക്ഷ്മി പറയുന്നത് ഇങ്ങനെയാണ്: താനും അരുൺ രാഘവും തമ്മിൽ റിലേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാർവതിയും അരുണും തമ്മിൽ ഡിവോഴ്സ്ഡായി. അല്ലാതെ അവരുടെ കുടുംബജീവിതം തകർക്കാൻ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നും താൻ അത്തരക്കാരിയല്ല എന്നും അതിൻ്റെ ആവശ്യമില്ല എന്നുമാണ് സായി പറയുന്നത്. മാത്രവുമല്ല, തൻ്റെ ജീവിതത്തിൽ വേർപിരിയലിൻ്റെ വിഷമം എത്രമാത്രമാണെന്ന് നന്നായി അനുഭവിച്ച ഒരാളാണ് താനെന്നും സായി പറയുന്നു. തൻ്റെ അച്ഛനും അമ്മയും തനിക്ക് 1 വയസ്സുള്ളപ്പോൾ ഡിവോഴ്സ്ഡ് ആണ്. ആ ഒരു വേദനയിലൂടെ ജീവിച്ചു വന്ന ഒരാളായതുകൊണ്ട് തന്നെ അത്തരം പ്രവൃത്തി എൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകില്ല എന്നാണ് സായി പറയുന്നത്. അരുൺ രാഘവിനെ എനിക്കിഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നു. അവരിരുവരും സെപ്പറേറ്റ് ആയതിനു ശേഷമാണ് അരുണും താനും അടുക്കുന്നത് എന്നും സായി പറയുന്നു. അല്ലാതെ അവരുടെ കുടുംബജീവിതം തകരാൻ താൻ ഒരു കാരണമായില്ല എന്ന് താരം പറയുന്നു. പലതരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിലൊന്നും സത്യാവസ്ഥ ഇല്ല എന്ന് കൂടി താരം കൂട്ടിച്ചേർത്തു. സെപ്പറേറ്റഡ് ആയ ഒരാളുടെ കൂടെ ജീവിക്കുന്നത് അത്ര മോശമായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ എനിക്കിഷ്ടമാണ്. അയാളുടെ കൂടെ ജീവിക്കാനും ആ പേഴ്സണാലിറ്റിയും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കൂടെ ജീവിക്കുന്നു എന്ന് മാത്രം.